സൈസ് വ്യത്യാസം കണ്ട ഇരിക്കുന്നതിൻ്റെ തന്നെ. ഇത് അഡ്വഞ്ചർ 350 390യുടെ പേരിൽ മുഖം മൂടിയിട്ട് വരുന്ന 350കളെ നിങ്ങൾ സൂക്ഷിക്കുക. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സോ ഇനി നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ അഡ്വഞ്ചർ 390 ആണ് വിത്ത് 350cc എഞ്ചിൻ. അതാണ് വ്യത്യാസം. ആ 350cc എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 41 PS and 33 Nm ഓഫ് ടോർക്ക്, സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ്, സെയിം അണ്ടർബെല്ലി എക്സോസ്റ്റ്, ടയേഴ്സ് ആയാലും അപ്പോഴത്തെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ്. റിയർ ABS, OFM, ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ് ABS, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് അതേപോലെ ഉണ്ട്. സീറ്റും റിയറും എല്ലാം നോക്കി അതുപോലെ തന്നെ നമ്മുടെ അഡ്വഞ്ചർ എക്സ്, അതായത് 390 അഡ്വഞ്ചർ എക്സ് എന്തായിരുന്നോ അതേ പ്ലാറ്റ്ഫോമിൽ ആ ഒരു 350cc എഞ്ചിൻ കൊണ്ട് വെച്ചപ്പോഴത്തേക്കും 80,000 രൂപയാണ് ലാഭം. ആലോചിക്കണം, 80,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ കുറഞ്ഞ്. ഒരു വണ്ടിക്ക് 80,000 രൂപ എന്ന് വെച്ചാൽ ഏകദേശം 1,00,000 രൂപ അടുത്ത്. ആ 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇനി മുതൽ ഏറ്റവും പുതിയ 350cc ഉള്ള അഡ്വഞ്ചർ എടുക്കണോ അല്ലെങ്കിൽ പഴയ 390 തന്നെ എടുക്കണമെന്ന്, എക്സ് എടുക്കണമെന്ന്. ഇതിനും ആ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS, റിയർ ABS, OFM, 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ അതേ ഫ്യൂൽ ടാങ്ക് എല്ലാം, ആ ക്രാഷ് ഗാർഡും ക്വിക്ക് ഷിഫ്റ്ററും എല്ലാ സാധനവും അതുപോലെ തന്നെ അവരിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ആ വലിയൊരു ഹെഡ് ലാമ്പൊക്കെ വെച്ചിട്ടുള്ള അതേ ഒരു വണ്ടി, അതേ ഒരു ലുക്കിൽ തന്നെയാണ് ആ ഒരു പുതിയ 350cc എൻജിൻ കൊണ്ടുവന്നേക്കണത്. ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഓടിക്കാം. ഞാൻ ബാംഗ്ലൂരാണുള്ളത്. നമ്മുടെ 390യുടെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതും ഒരു പുതിയ 390 വിത്ത് 350cc എൻജിൻ്റെ വണ്ടിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിക്കാം. എന്താ അവസ്ഥ, എന്താകും എന്നുള്ള കാര്യം നമുക്ക് ഓടിക്കാം. ഇത് റൂട്ട് ചെയ്തേക്കുന്നൊരു സുഖമില്ലല്ലോ. ഇല്ലേ, തോന്നുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ വരേണ്ടതാണോ തോന്നുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇങ്ങനെ വന്നിട്ട് ഈ സാധനം എന്തോ കയറിയിരിക്കാം. സെയിം വെയിറ്റ് തന്നെ, 178 kg, ആ 180 kg അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. സീറ്റ് ഹൈറ്റ് കണ്ടോ, എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ് കേട്ടോ. ഇതൊരു ഫ്ലാറ്റ് സർഫസ് അല്ല, എന്നാലും എക്സിൽ എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ്. നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റപ്പും ഹസാഡ് ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. അതേ ക്ലസ്റ്റർ ഫുൾ കത്തിയല്ല. ട്രാക്ഷൻ കൺട്രോൾ, ABS, റൈഡ് മോഡ്സിൽ പോയാൽ സ്ട്രീറ്റ്, ഓഫ് റോഡ്, റെയിൻ, ഈ 3 മോഡ്സാണുള്ളത്. ആൻഡ് കോൺഫിഗർ ചെയ്യാൻ പോയാൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, ഡിസ്പ്ലേ മോഡ് ഏത് വേണമെന്ന് കേട്ടോ. അതത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ പോയാൽ ട്രിപ്പ് 1, ട്രിപ്പ് 2, ഫ്യൂവൽ റേഞ്ച്, കൂളൻ ടെമ്പറേച്ചർ, ബാറ്ററി എത്ര ഉണ്ട്, ഓഡോമീറ്റർ, ക്ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് ക്രൂസ് കൺട്രോൾ, നമുക്ക് ക്രൂസ് കൺട്രോൾ സ്പീഡ് കൺട്രോൾ വേണം, നോർമൽ ക്രൂസ് കൺട്രോൾ വേണം എന്നുള്ള കാര്യം. കസ്റ്റം സ്വിച്ച് നമുക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. കണക്ടിവിറ്റി, ഷിഫ്റ്റ് ലൈറ്റ്, ക്ലോക്ക്, ഡേറ്റ് യൂണിറ്റ്സ് എക്സ്ട്രാ. ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഗിയേഴ്സ് കുറച്ചും കൂടെ സ്മൂത്തറായിട്ടുണ്ട്. എന്താണോ എന്തോ. ഇതിൻ്റെ ഓഡോമീറ്റർ എത്രയാണോ? 1 കിലോമീറ്ററോ? 1 കിലോമീറ്റർ ഓടിയ വണ്ടിയാണോ എനിക്ക് കിട്ടിയേക്കണേ. പുതുപുത്തൻ വണ്ടി. അതേ സൗണ്ടൊക്കെ അതേ തന്നെ, അതേ വൈബ്രേഷൻ കാലിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ ഈ വണ്ടി ഒന്ന് ഓടിക്കാം അല്ലേ. ലൈറ്റ് വെയ്റ്റ് എന്നൊക്കെ തോന്നും, ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഈസിയാണ്. അഡ്വഞ്ചർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല സൈസ് തോന്നിക്കും വണ്ടി റോട്ടിൽ കൂടെ പോകുമ്പോൾ. രണ്ട് ഭാഗം ഭയങ്കര സൈസാണ് വണ്ടി. റോട്ടിൽ കൂടെ വരുമ്പോഴായാലും നല്ല സൈസ് തോന്നിക്കും. പിന്നെ ഇതിൻ്റെ അഡ്വഞ്ചർ ബാക്കി നമ്മുടെ S, R, X അതൊക്കെ 390cc എഞ്ചിനിൽ തന്നെ ഓടുന്ന വണ്ടികളാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് ഞാൻ കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ തന്നെ സെയിം ഫീൽ തന്നെയാണ്. അതേ ആ ഒരു അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങിയ 390യുടെ ആ ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻസ് ആർ മോർ ഓൺ അഡ്വഞ്ചർ ദാൻ ദ 390. കാലിൻ്റെ അടിയിൽ നിന്ന്, ഫുട് പെഗിൻ്റെ അടിയിൽ നിന്ന് ആ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് 4500 RPM. അപ്പോൾ ആ ഒരു സെയിം ഒരു കുറച്ചും കൂടെ കുറച്ചും കൂടെ വൈബുള്ള വണ്ടിയാണ്. വൈബ് എന്ന് വെച്ചാൽ വൈബ്രേഷൻ്റെ വൈബാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ റിയർ ABS ഓഫാണ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫാണെന്നാണ് പറയണത്. ഏതോ ഒരുത്തരം ഇതിൽ കിടന്ന് കളിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. സസ്പെൻഷൻ ട്രാവലൊക്കെ സെയിം തന്നെയാണ്. എക്സിന് കണ്ടേക്കണം അതേ സസ്പെൻഷൻ ട്രാവൽ തന്നെയാണ് ഈ വണ്ടിക്കും. ആ ഒരു 200 mm സസ്പെൻഷൻ ട്രാവൽ ഉണ്ട്. ഷിഫ്റ്റർ കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് തോന്നി എനിക്ക്. 390 ഓടിച്ചതിനെക്കാട്ടും കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് തോന്നി. ഇത് ലിറ്ററലി 1 കിലോമീറ്റർ ഓടിയ വണ്ടിയാട്ടോ ഞാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണേൽ പൊളിക്കാം, നശിപ്പിക്കാം, ബാക്കിയൊക്കെ. അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ വണ്ടികൾ തന്നേക്കണത്. കണ്ടോ, എനിക്ക് എവിടെയും പോയി നിന്നാലും ഇപ്പോൾ ഒരു അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്കൊരു ഹാഫ് ഫുട്ടാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം.
ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് മുന്നോട്ട് കാല് വെച്ചാൽ എനിക്ക് പിന്നെ ഈ ഫുഡ് പാക്ക് ഇങ്ങനെ മടങ്ങും. അപ്പോൾ കാലൊക്കെ ബാക്കിലോട്ട് എടുക്കുമ്പോണ്ട, കാലൊക്കെ ബാക്കിലോട്ട് എടുക്കുമ്പോൾ കാലിൽ മുട്ടി കാല് വേനയൊന്നും എടുക്കില്ല കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് ഒരു രക്ഷയില്ല. കാര്യം ലൈറ്റ് അടിപൊളി ലൈറ്റാണ്. പ്രൊജക്ടറാണ്, LED ഹെഡ് ലാമ്പ്സ് ആണ്. ഈസി ടു മെനൂവറാണ്. ഈ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ വണ്ടിക്ക് ഭയങ്കര സൈസൊക്കെ തോന്നും. അതായത് ഈ ഒരു ഹൈറ്റും ഈ സാധനങ്ങളൊക്കെ ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈസി ആയിക്കൊണ്ട് നടക്കാൻ വണ്ടി ഹെവി ആയിട്ടും തോന്നതൊന്നുമില്ല. സോ ഇത് അത്യാവശ്യം ഓടിച്ചു വെച്ച വണ്ടിയാണ്. അപ്പോൾ ഹീറ്റ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ കാറ്റ് ഇപ്പോൾ ഫുൾ ടൈം ഫാൻ ഓണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചൂട് കാലിലേക്ക് അടിക്കുന്നുണ്ട്. ഇതിനെനിക്ക് 2 റേഡിയേറ്റർ ഫാൻ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. 2 സൈഡിൽ നിന്നും ചൂടടിക്കുന്നുണ്ട്. അങ്ങനെ 2 റേഡിയേറ്റർ ഫാൻ ഇല്ല. സിംഗിൾ റേഡിയേറ്റർ ആണെങ്കിൽ ചൂട് ചെറുതായിട്ട് കാലിലേക്ക് അടിക്കുന്നുണ്ട്. ബ്ലോക്കിലൊക്കെ ഓടിക്കുമ്പോൾ റണ്ണിങ്ങിലൊന്നുമില്ല, ബ്ലോക്കിലൊക്കെ നിർത്തി നമ്മൾ ഓടിക്കുമ്പോൾ ചൂട് തോന്നുന്നുണ്ട്. എന്തോ 390 ഓടിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അഡ്വഞ്ചർ ഓടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് എഞ്ചിൻ്റെ കേട്ടോ. ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഷാജിയേട്ടാ ഇതിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ല. ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. ഷിറ്റ്, ചുമ്മാ അല്ലല്ലേ എത്ര ഇത് കൊടുത്തിട്ട് സ്പീഡും അറിയാനുള്ള ഒന്നും അറിയാനുള്ള. എന്ത് സെറ്റപ്പ് ഇത്. ഇതിനും സെയിം തന്നെയാണ്. ആ ബോർ സൈസ്, സ്ട്രോക്ക് ലെങ്ത്ത് കുറച്ച്, കംപ്രഷൻ കുറച്ചപ്പോഴത്തേക്കും വണ്ടിയുടെ പവറും ഗുദാ ഹവയായി. അപ്പോൾ ഇതിനും അവർ ഓപ്ഷൻ ഉണ്ട്. ഇതിന് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതിപ്പോൾ 250 ഉണ്ട്, X ഉണ്ട്. അതായത് എക്സിന് ഇതിനും അവർ ഏകദേശം 80,000 രൂപ കുറയ്ക്കാൻ പറ്റി. അതുകൂടാണ്ട് ഇതിൻ്റെ താഴെ നോക്കാൻ പോയാൽ അഡ്വഞ്ചർ 250 ഉണ്ട്. അതും ഇതും തമ്മിൽ പിന്നെയും ഒരു 30,000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയും ആൾക്കാർക്ക് ഓപ്ഷനുകൾ കൂടി. ഇതിന് ഓപ്ഷനുകൾ കൂടുതലാണ്. ഡ്യൂക്ക് പോലെയല്ല. ഇതിൻ്റെ മുകളിലോട്ട് അഡ്വഞ്ചർ X ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ S ഉണ്ട്. S ആണ് ഏറ്റവും റേറ്റ് കൂടിയത്. പിന്നെ 6 ഇൻ്റർനാഷണൽ സ്പെക്ക്. ഇൻ്റർനാഷണൽ സ്പെക്കിൽ ശരിക്കും നമ്മുടെ ക്രൂസ് കൺട്രോൾ വന്നില്ല കേട്ടോ. പക്ഷേ ഇന്ത്യയിലേക്ക് ഇറക്കാൻ വേണ്ടി അതിന് വരെ അവർ ക്രൂസ് കൺട്രോൾ കൊടുത്തു. ഏത് മൂഡ്. ഇൻ്റർനാഷണൽ സ്പെക്ക് റേറ്റ് കുറവാണ്. കാര്യം അതിൽ ട്യൂബ്ലെസ് വീൽസ് അല്ല കിട്ടുന്നത്. എസ്സിലാണ് ട്യൂബ്ലെസ് വീൽസ് കിട്ടുന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് അഡ്വഞ്ചർ 390. അങ്ങനെ ഓൺ റോഡ് 5,30,000 അങ്ങനെ എന്തോ വന്നുണ്ട് ആ വണ്ടിക്ക് കേട്ടോ. 0 to 100 നോക്കാൻ സ്പീഡില്ല ഗൈസ്. അഡ്വഞ്ചർ 350 390യുടെ പേരിൽ മുഖം മൂടിയിട്ട് വരുന്ന 350കളെ നിങ്ങൾ സൂക്ഷിക്കുക. ക്വിക്ക് ഷിഫ്റ്ററൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. മറ്റേ ഡ്യൂക്കിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 4500 വൈബ്രേഷൻ അത് അതേപോലെ ഇതിൻ്റെ അകത്ത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹിമാലയൻ വേഴ്സസ് അഡ്വഞ്ചർ 390. S ആണോ ഏതോ X ആണെന്ന് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് തന്നെ. പക്ഷെ അന്ന് എന്നെ വലിച്ച് അവർ ഒട്ടിച്ചു KTMകാർ. അത് ഒരു കുറച്ച് പ്രശ്നമൊക്കെ ആയതാണ്. അത് അവരെന്നോട് പറഞ്ഞു വീഡിയോ റിമൂവ് ചെയ്യണം, കമ്പാരിസൺ വീഡിയോ ഇടാൻ പറ്റില്ല എന്നൊക്കെ. അതിന് ഞാൻ പറഞ്ഞു ഹിമാലയൻ ഇസ് മച്ച് സ്മൂത്തർ ദാൻ ADV. പക്ഷേ ADVക്ക് കുറച്ചും കൂടെ ക്യാരക്ടർ വന്നിട്ടുണ്ട് ആ ലോ എൻ്റെയൊക്കെ. പക്ഷേ ഇത് കുഴപ്പമില്ല. ഇതും ഡ്യൂക്കിനെക്കാട്ടും പെട്ടെന്ന് കയറുന്നുണ്ട് ഇനീഷ്യലി. പക്ഷേ പവർ കുറച്ച് കുറഞ്ഞ പോലെ. സ്പീഡ് കൺട്രോൾ എന്താണെന്ന് അറിയാലോ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സ്പീഡ് കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് പോവില്ല. അതാണ് സ്പീഡ് കൺട്രോൾ. ഇതിനിപ്പോൾ സ്പീഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അതിൽ കാര്യമില്ല. പക്ഷേ സ്പീഡ് കൺട്രോൾ അതാണ് സെറ്റപ്പ്. ഈ ക്രാഷ് കാർഡൊക്കെ ഇതിന് സ്റ്റോക്ക് തന്നെ വന്നാൽ കേട്ടോ. ഇപ്പോൾ ക്രാഷ് കാർഡ് ഈ സാധനം ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ ക്രാഷ് കാർഡ് ഓക്കെയാണ്. പക്ഷേ മറ്റേ സാധനമൊക്കെ വെക്കുമ്പോഴല്ലോ വണ്ടിയുടെ വെയിറ്റ് ഒരു 10-15 കിലോ വേറെയും കൂടും. അതൊക്കെ വേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും വലിയ ക്രാഷ് കാർഡ് ജസ്റ്റ് ഒരു ക്രാഷ് കാർഡ് വണ്ടിക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് വന്നതോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ക്രാഷ് കാർഡൊക്കെ വെക്കാം. ഇവിടെ എവിടെയെങ്കിലും നോക്കിയാൽ കാണാം ഒരു ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ്. അത് പിന്നെ ബുള്ളറ്റിന് ശീലം എന്ന് പറയാം. ബുള്ളറ്റ് ഓൾറെഡി ഹെവിയാണ്. ഇതിൻ്റെ മേളിൽ എന്ത് വെച്ചാലും അത് വെച്ച് ഓടും. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല. കുറച്ച് വെയിറ്റ് കയറുമ്പോൾ തോറും പെർഫോമൻസ് താഴത്തോട്ട് വരും. ഈ ഒരു ഹോൾ ഇട്ടേക്കണം എനിക്ക് തോന്നുന്നത് ഒരു നല്ല കാര്യമാണ്. എയർ ഫ്ലോയോ അതുകൂടാണ്ട് ഈ വൈസറിൻ്റെ ഈ പറഞ്ഞ ഇളക്കം മാറുമെന്ന് തോന്നുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് അകത്തേക്ക് കയറിയിട്ട് മറ്റേ വണ്ടികളും കൂടെ കാണിച്ചു തന്നു നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം. പ്രൈസിങ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസിങ്ങും കൂടെ മനസ്സിലാവുക. ഇതാണ് ബാക്കിയുള്ള വണ്ടികൾ. ഇത് അഡ്വഞ്ചർ R, അതായത് ഇൻ്റർനാഷണൽ വേർഷൻ വണ്ടി 4,55,000 രൂപയാണ് ഓൺ റോഡ് പറയണത്. ബാംഗ്ലൂർ എക്സ് ഷോറൂം 3.54. ഇതാണ് സാധനം.
സൈസ് വ്യത്യാസം കണ്ട ഇരിക്കുന്നതിൻ്റെ തന്നെ. ഇത് എസ് എക്സ് അല്ല എസ്, അതായത് നമ്മുടെ ഇന്ത്യൻ വേർഷൻ വിത്ത് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസും കാര്യങ്ങളും. ഇത് സ്പോക്ഡ് വീൽസ്, ട്യൂബ്ഡ് സ്പോക്ക് വീൽസ്, പക്ഷേ ഹയർ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഹയർ സസ്പെൻഷൻ ട്രാവൽ, ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്, കുറച്ചും കൂടെ നല്ല ഹൈറ്റ് ഉണ്ട്. റിയർ ആയാലും ഫ്രണ്ട് ആയാലും സസ്പെൻഷൻ ട്രാവലും എല്ലാം കുറച്ചും കൂടെ ഹയറാണ്. ഇത് എസ് വേർഷൻ, ഇതാണ് ഏറ്റവും വില കൂടിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രൈസ് വരുന്നത് 3.97 ലാക്ക് എക്സ്ഷോറൂമും 5.07 ലാക്ക് ഓൺ റോഡ് പ്രൈസും വരുന്നുണ്ട്. ഇതിൻ്റെ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ക്രൂസ് കൺട്രോൾ ഉണ്ട്. ശരിക്കും ക്രൂസ് കൺട്രോൾ വരില്ലെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അതിനും എന്താ ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വണ്ടിയുണ്ട് എക്സ്, അത് പ്രൈസ് 3.43 ലാക്സ്, അതായത് ഓൺ റോഡ് വരുമ്പോൾ 4.42 ലാക്സ് വരും. ആൻഡ് അതാണ് ഇപ്പോൾ ഇറങ്ങിയത് 2.81 ലാക്സ് കേട്ടോ അതിൻ്റെ പ്രൈസ്. അതിൻ്റെ അത് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 2.81 ലാക്സും ഇതിന് 3.43 ലാക്സിൻ്റെ വ്യത്യാസം. ഇത്രയും വ്യത്യാസമുണ്ട് ആ ഒരു എക്സ്ഷോറൂം പ്രൈസിൽ ഈ ഒരു പഴയ 390യും ആ ഒരു പുതിയ 350 എഞ്ചിൻ വെച്ച് വരുന്ന 390. സോ ബാംഗ്ലൂർ ട്രാഫിക്കിൽ ഓടിച്ച് ആകെ ഇല്ലാണ്ടായിപ്പോയി, പക്ഷേ എന്നാലും കുഴപ്പമില്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വണ്ടികളൊക്കെ ഒരു ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷനാണ്. ഞാൻ അടിച്ച് പൊളിച്ച് ഓടിച്ചൊന്നുമില്ല, ലോങ് ഓടിച്ചില്ല, വളരെ കുറച്ച് കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ആ അഡ്വഞ്ചർ തിങ്ങയുടെ മീറ്റർ, ആ ABS സെൻസർ കറക്റ്റായിട്ട് ഫിക്സ്ഡ് അല്ലായിരുന്നു, അതായിരുന്നു പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് അതിൽ മീറ്റർ റീഡിങ് വരാഞ്ഞത്. അത് ഞാൻ നോക്കിയിട്ട് എടുത്തായിരുന്നെങ്കിൽ നന്നായിട്ട് കിട്ടിയേനെ. പക്ഷേ നമ്മുടെ ഇനി നമ്മൾ ലോങ് ടേം ആയിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും. ഇത് ഓടിക്കാൻ കുറച്ച് നാൾ നമ്മൾ എടുക്കും. 390 എടുക്കും, അഡ്വഞ്ചർ എടുക്കും, എല്ലാം ഓരോ വണ്ടിയായിട്ട് നമുക്ക് എടുക്കാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സോ ഡോണ്ട് ഫേക്ക് ലൈക്സ്, അതൊക്കെയാണ് ചില ബെല്ലൈക്കിട്ട് ബെല്ലൈക്ക്. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയാമെങ്കിൽ സൈനാസ്റ്റാണ്. മറ്റേ നിങ്ങൾ സ്വന്തം കൊച്ചു വെച്ചാൽ